പോലീസ് വേഷം കെട്ടി പലരും തട്ടിപ്പ് നടത്തുന്ന വാർത്തകളൊക്കെ വരാറുണ്ടല്ലോ. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്ന പേരിൽ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് തൃശ്ശൂരിൽ ഒരാൾ. റോഡിൽ ലോട്ടറി വിൽപ്പന നടത്തുന്നയാളെയാണ് കബളിപ്പിച്ചിരിക്കുന്നത്. 5000 രൂപ ലോട്ടറി അടിച്ചെന്ന് വ്യക്തമാക്കി വ്യാജ ലോട്ടറി നൽകി വിൽപ്പനക്കാരന്റെ കയ്യിലുള്ള മുഴുവൻ ലോട്ടറിയും പണം നൽകാതെ വാങ്ങിയ ശേഷം കടന്നു കളയുകയായിരുന്നു. വ്യത്യസ്തമായൊരു തട്ടിപ്പെന്ന് തന്നെ പറയണം. ലോട്ടറി കടയിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് വ്യാജ ലോട്ടറിയാണെന്ന് വിൽപ്പനക്കാരന് പാവം മനസ്സിലായത്. ലോട്ടറിയുടെ പേരിലുള്ള തട്ടിപ്പുകൾ ഇപ്പോഴും തുടരുകയാണ്. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് 5000 രൂപ വഴിയോരത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരാളുടെ അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു വരുന്നു. അയാൾ അടിച്ച 5000 രൂപ അടിച്ച ടിക്കറ്റ് ഇദ്ദേഹത്തിന് കൈമാറുന്നു. പിന്നീട് ഇയാളിൽ നിന്ന് നിരവധി ടിക്കറ്റുകൾ പണം നൽകാതെ അയാൾ വാങ്ങുന്നു. പിന്നീടാണ് പരിശോധനയിൽ വ്യാജ ടിക്കറ്റാണെന്ന് വ്യക്തമായത്. ഇപ്പോൾ ലോട്ടറി കച്ചവടക്കാരൻ നമ്മോട് ചേരുന്നു. മിനിഞ്ഞാന്നാണ് സംഭവിച്ചത്. ഞാൻ മിനിഞ്ഞാന്ന് കാലത്ത് ലോട്ടറി വിൽക്കാൻ ഇവിടെ വന്നു. ഞാൻ കാലത്ത് ഒരു 7 മണിയാകുമ്പോൾ എത്തും. ഒരു 9:15 നേരത്ത് ഒരാൾ ബൈക്കുമ്പോൾ വന്നിട്ട് എന്നോട് 2 ടിക്കറ്റ് തരാൻ പറഞ്ഞു. ഞാൻ 2 ടിക്കറ്റ് കൊടുത്തു. ആൾ 100 രൂപ തന്നു. അത് കഴിഞ്ഞിട്ട് ആൾ എത്ര എണ്ണം ഉണ്ട് ഇതിൽ ഇഞ്ഞ് മൊത്തം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 52 എണ്ണം ഉണ്ടെന്ന്. 54 മൊത്തം. സാറിന് 2 തന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പോലീസിലാണ്, ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ടിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പോലീസിൻ്റെ പകുതി യൂണിഫോം ഉണ്ട്. പാൻറ്റ് കാക്കി, ഷൂസ് ചോപ്പ, ബെൽറ്റ് ചോപ്പ. അപ്പോൾ എനിക്ക് വിശ്വാസമായി. അപ്പോൾ ഞാൻ അത് കാരണം വേഗം കൊടുത്തു. അപ്പോൾ സാറിന് പൈസ തരാൻ ബാക്കി തരാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല, ബാക്കി എത്ര കാശാണെങ്കിൽ നീ നാളെ എടുത്ത് തന്നാൽ മതി. അപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ ടിക്കറ്റ് 52 ആൾ മേടിച്ചു. ഞാൻ ഇവിടുന്ന് അങ്ങനെ നേരെ പോയി. ഞാൻ യദുകൃഷ്ണനാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ ചെന്ന് ഈ ടിക്കറ്റ് 30 വേണ്ടി വന്നിട്ട് ഇവിടെ വന്ന് വിൽക്കാൻ വെച്ചിട്ട് അവരോട് പറഞ്ഞ് അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് 13.55 അവർ കാണുന്നത്. അതായത് നിങ്ങൾക്ക് തന്ന 641 559 ഇതിൽ കാണുന്ന നമ്പർ അല്ല സ്കാൻ ചെയ്തപ്പോൾ വേറെ നമ്പറാണ് 13.55 നമ്പർ. ബാക്കിയൊക്കെ ഇതിൽ ഓക്കെയാണ്. ഇവിടെ ഒന്നും തിരുത്തൊന്നും കാണാമെന്നില്ല. അപ്പോൾ സാർമാർ ഇത് മേടിച്ച് നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് പറഞ്ഞാൽ ഇതിൽ സ്കാനിങ്ങിൽ വേറെ തിരുത്തൊന്നും കാണാനില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റ് ആണെന്ന് സംശയം. എടുത്ത ഡേറ്റ് 12/10/2025 ടിക്കറ്റ്. എത്ര രൂപേന്റെ 1 കോടി? ഇത് 1 കോടി. നിങ്ങൾ ഇതിൽ 5000 രൂപ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറ്റിച്ചത്. റിസൾട്ടിൽ 5000. അപ്പൊ നിങ്ങൾക്ക് ആളെ കണ്ട തിരിച്ചറിയോ? ആളെ കണ്ട തിരിച്ചറിയാം. ഈ വഴിക്ക് പരിസരത്തോടെ മുന്നേ പോയിട്ടുണ്ടോ? ആള് മുന്നൊന്നും കണ്ട പരിചയമില്ല. ആളെ ഞാൻ ഇന്നലെ കണ്ടതാണെങ്കിൽ എനിക്ക് കണ്ടാൽ കട്ടമീസ് വെച്ചിട്ട് ഒരാളാണ്. ഒരു പോലീസുകാരനെ പോലെ തന്നെ കണ്ട പോലീസിലൊരു ലുക്ക് ഉണ്ട് ആള്. ഒരു വ്യാജ പോലീസുകാരൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ വഴിയോർത്ത് സ്ഥിരമായി കച്ചവടം നടത്തുന്ന ഒരു പാവപ്പെട്ട ലോട്ടറി തൊഴിലാളിയെ പറ്റിച്ചുകൊണ്ടാണ് ഇയാൾ പോയിരിക്കുന്നത്. അടിയന്തരമായി ഇയാളെ പിടികൂടണമെന്നാണ് ഈ ലോട്ടറി കച്ചവടക്കാരൻ്റെ ആവശ്യം. റിപ്പോർട്ടർ ജെയ്സൺ റിപ്പോർട്ട്.